പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ സ്വതന്ത്ര വ്യാപാര കരാർ വൈകിയേക്കും. അടുത്ത വർഷം മെയ്യിൽ ഓസ്ട്രേലിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് കരാർ വൈകുന്നത്. ഓസ്ട്രേലിയ അടുത്ത വർഷം മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനാൽ ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിന് നിർണായക മേഖലകളിൽ ആവശ്യമായി വന്നേക്കാവുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതിനാൽ കരാർ വൈകാനാണ് സാധ്യത. ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണവും വ്യാപാര ഉടമ്പടിയും സംബന്ധിച്ച കരാർ 2 വർഷം പൂർത്തിയാക്കി. 2030 ഉഭയകക്ഷി വ്യാപാരം $62 ബില്യൺ ഉയർത്താൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയും 2022 ഡിസംബർ 29 ECTA നടപ്പിലാക്കി. അതിന്റെ കീഴിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 96% സാധനങ്ങളുടെയും താരിഫ് ഇല്ലാതാക്കാൻ ഓസ്ട്രേലിയ സമ്മതിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ECTA കരാർ വഴി വ്യാപാര ബന്ധം ഗണ്യമായി വർദ്ധിച്ചു. ഇരു രാജ്യങ്ങളിലെയും MSMEകൾക്കും ബിസിനസ്സുകൾക്കും തൊഴിലവസരങ്ങൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കരാർ ഒപ്പിട്ട ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 2020-21 $12.2 ബില്യൺ നിന്ന് 2022-23 $26 ബില്യൺ ഉയർന്നു. എന്നിരുന്നാലും മൊത്തം വ്യാപാരം 2023-24 $24 ബില്യൺ കുറഞ്ഞു. അതേസമയം ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 14% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. H1B വിസ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് ഇലോൺ മസ്ക്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ US-ലേക്ക് ആകർഷിക്കണമെങ്കിൽ വിസ സമ്പ്രദായം പരിഷ്കരിക്കണമെന്നും മസ്ക്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് US-ലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്ന H1B വിസ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം ആവശ്യമാണെന്ന് ടെക് കോടീശ്വരനായ ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടു. നിലവിൽ H1B വിസ സംവിധാനം തകർന്നതാണെന്നും വലിയ പരിഷ്കരണം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ H1B വിസ ഹോൾഡറായ മസ്ക് മിനിമം ശമ്പളം ഗണ്യമായി ഉയർത്താനും H1B വിസ നിലനിർത്തുന്നതിനുള്ള വാർഷിക ചെലവ് കൂട്ടിച്ചേർക്കാനും നിർദ്ദേശിച്ചു. അത്തരം മാറ്റങ്ങൾ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം കാത്തുസൂക്ഷിക്കുമ്പോൾ ആഭ്യന്തര നിയമനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നിർദ്ദേശിക്കുന്നു. അമേരിക്കയ്ക്ക് വിജയം നിലനിർത്താൻ വിദേശത്തു നിന്ന് എഞ്ചിനീയറിംഗ് പ്രതിഭകളെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് മസ്ക് മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. വിവേക് രാമസ്വാമി US-ലെ സാംസ്കാരിക പോരായ്മകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മസ്കിന്റെ നിലപാടിനെ പിന്തുണച്ചു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വൈറ്റ് ഹൌസ് നയ ഉപദേശകനായി ശ്രീറാം കൃഷ്ണനെ നിയമിച്ചത് പിന്നാലെയാണ് H1B വിസ ചർച്ച ചൂടുപിടിച്ചത്. സാങ്കേതിക തൊഴിലാളികളുടെ ദൗർലഭ്യം പരിഹരിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ചില ട്രംപ് അനുകൂലികൾ ഈ നീക്കത്തെ അനുകൂലിച്ചിരുന്നു. ഭരണകൂടത്തിന്റെ വിശാലമായ ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങളുമായി ഇത് ഏറ്റുമുട്ടുന്നുവെന്നും മറ്റുള്ളവർ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബൈയിൽ വാടക നിർണ്ണയിക്കാൻ സ്മാർട്ട് വാടക സൂചിക നടപ്പിലാക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിവരങ്ങൾ സുതാര്യമാക്കുന്നതിന് പുതിയ സംവിധാനം സഹായകമാകും. ഭൂവുടമകൾ, വാടകക്കാർ, നിക്ഷേപകർ എന്നിവർക്ക് വളരെ ഉപകാരപ്രദമാകുന്നതാണ് സ്മാർട്ട് വാടക സൂചിക. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങൾ ലഭിക്കുന്നതിനാൽ സ്മാർട്ട് വാടക സൂചിക വാടക നിർണ്ണയിക്കുന്നതിനും പുതുക്കുന്നതിനും സഹായകമാകും. തത്സമയ ഇടപാടുകളിൽ നിന്ന് ശേഖരിക്കുന്നതും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ളതുമായ ഡാറ്റയാണ് പുതിയ സൂചികയിൽ നിന്ന് ലഭ്യമാകുക. അത്യാധുനിക സാങ്കേതിക വിദ്യകളെ റിയൽ എസ്റ്റേറ്റ് രംഗവുമായി യോജിപ്പിക്കുന്നതാണ് പുതിയ സംവിധാനം. കഴിഞ്ഞ 4 വർഷമായി ദുബായിലെ വാടക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എമിറേറ്റിലേക്ക് പുതിയ താമസക്കാരുടെയും നിക്ഷേപകരുടെയും വരവ് വാടക വർധനവിന് കാരണമായി. വില്ലകളുടെ വാടകയിൽ വർഷാവർഷം 13% വർധനവുണ്ടായി. അതേ കാലയളവിൽ അപ്പാർട്ട്മെന്റ് വാടകയിൽ 19% കുത്തനെ വർധനയുണ്ടായി. പുതിയ വീടുകൾക്കായുള്ള ആവശ്യം എമിറേറ്റിൽ വിതരണത്തെക്കാൾ കൂടുതലാണ്. ഇത് നഗരത്തിന്റെ എല്ലാ സെഗ്മെന്റുകളിലുമുള്ള വാടകയിൽ വർധനവിന് കാരണമാകുന്നു. 2024 മൂന്നാം പാദത്തിൽ ദുബായിലുടനീളം ഏകദേശം 9157 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വിതരണം ചെയ്തു. ഇതിൽ 22,900 യൂണിറ്റുകൾ അപ്പാർട്ട്മെന്റുകളും വില്ലകളുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ എഞ്ചിനീയറിംഗ് തൊഴിലുകളിൽ വർക്ക് പെർമിറ്റ് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വർക്ക് പെർമിറ്റിന് യോഗ്യതാ അംഗീകാരം നിർബന്ധമാക്കും. എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളിൽ വർക്ക് പെർമിറ്റ് നേടുന്നതിനോ പുതുക്കുന്നതിനോ എഞ്ചിനീയറിംഗ് യോഗ്യതകൾക്ക് തുല്യത വേണമെന്ന പുതിയ നിയന്ത്രണങ്ങൾ കുവൈറ്റ് പ്രഖ്യാപിച്ചു. കുവൈറ്റിന്റെ സ്വകാര്യ മേഖലയിൽ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നതിന് മുൻപ് അപേക്ഷകർ അവരുടെ എഞ്ചിനീയറിംഗ് യോഗ്യതകൾ അംഗീകരിക്കുന്നതിനുള്ള അഭ്യർത്ഥന പാമിന്റെ ഇലക്ട്രോണിക് പോർട്ടലുകൾ വഴി സമർപ്പിക്കണം.
എഞ്ചിനീയറിംഗ്, സയൻസ്, ആർക്കിടെക്ചർ എന്നിവയിൽ അംഗീകൃത കുവൈറ്റ് സ്ഥാപനങ്ങളിലെ ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ കുവൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തി തുല്യതയുള്ള യോഗ്യതയുള്ളവർക്ക് മാത്രമേ പെർമിറ്റുകൾ നൽകൂ. 2024 സെപ്റ്റംബർ 8 പാമിന്റെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഞ്ചിനീയർമാർക്ക് പൂർണ്ണ തുല്യത കൈവരിക്കുന്നതുവരെ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്ത അവരുടെ പ്രൊഫഷനുമായി പെർമിറ്റുകൾ പുതുക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയും. പുതിയതായി വന്ന എഞ്ചിനീയർമാർക്ക് തുല്യതാ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് ഒരു സ്പെഷ്യലൈസ്ഡ് കമ്മിറ്റിയിൽ നിന്നുള്ള പ്രാരംഭ അംഗീകാരം ആവശ്യമാണ്. 2 വർഷത്തെ താൽക്കാലിക രജിസ്ട്രേഷനാകും അനുവദിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ മരുന്ന് വ്യവസായത്തെ നിയന്ത്രിക്കുന്നതിന് പുതിയ നിയമം വരുന്നു. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, ഫാർമസി ജോലി എന്നിവ ഈ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടും. ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ വ്യവസായങ്ങളുടെ മികച്ച കേന്ദ്രമായി UAE മാറ്റുക, ഫാർമസ്യൂട്ടിക്കൽ സുരക്ഷ വർദ്ധിപ്പിക്കുക, മരുന്നുകളുടെ നിർമ്മാണം, വിതരണം എന്നിവയിൽ നിലവാരം എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം അവതരിപ്പിച്ചത്. മെഡിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതി, വിതരണം, വിൽപ്പന എന്നിവ സംബന്ധിച്ച നിയന്ത്രണ പ്രോട്ടോകോൾ തയ്യാറാക്കും. ഇതിനായി ഫാർമസ്യൂട്ടിക്കൽ പോളിസി കമ്മിറ്റി രൂപവൽക്കരിക്കും. നിയമലംഘനമുണ്ടായാൽ മെഡിക്കൽ പ്രൊഫഷനുകൾ, ഫാർമസികൾ എന്നിവയ്ക്ക് പിഴ ചുമത്തുകയും ലൈസൻസുകൾ താൽക്കാലികമായോ സ്ഥിരമായോ റദ്ദാക്കുകയും ചെയ്യും. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് 5 ലക്ഷം ദിർഹം വരെയും മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം ദിർഹം വരെയും പിഴ ചുമത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.